ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരുന്ന OGC ടോക്കൺ ലിസ്റ്റായി. വലിയൊരു പ്രതീക്ഷിച്ച റേറ്റൊന്നും ഇല്ലായിരുന്നു, എങ്കിലും അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം എല്ലാവരും സെല്ല് ചെയ്തെന്ന് കരുതുന്നു. പോയിൻറ്റ്സ് അതിൻ്റെ റേറ്റ് ഒത്തിരി ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയൊരു സാധ്യതയുള്ള ഒരു പ്രോജക്റ്റാണെന്ന് തോന്നുന്നില്ല. എന്താണ് അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് അറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ സെല്ല് ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ CPIN നെറ്റ്വർക്കിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അടുത്ത വർഷം അതിൻ്റെ ലിസ്റ്റിങ്ങും മറ്റ് ടോക്കണോമിക്സിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പ്രധാനമായിട്ട് ഇത് ചെയ്യാം. പൗസിൻ്റെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ കാണാൻ കഴിയുന്നുണ്ട്. പൗസ് നെറ്റ്വർക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് റെഗുലറായിട്ട് വീഡിയോ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ട് ക്രിസ്മസിൻ്റെ ആ ഒരു പ്രോഗ്രാമൊക്കെ നടന്നതിലെല്ലാം നിങ്ങൾ പങ്കെടുത്തു എന്ന് കരുതുന്നു. അപ്പോൾ അത് പങ്കെടുത്തവർക്ക് ഇത് നഷ്ടപ്പെട്ട കോയിൻസ് എല്ലാം തിരിച്ച് മടക്കി അങ്ങനെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയുന്നത് വിസിറ്റ് അവർ വെബ്സൈറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിൽ ടെലഗ്രാമിൽ തന്നെ നോക്കിയപ്പോൾ ഒരു 70 മില്യൺ ആൾക്കാർ ജോയിൻ ചെയ്തതിൽ ഇപ്പോൾ ഒരു 20% ആൾക്കാർ മാത്രമേ ആൾറെഡി ഒരു എലിജിബിൾ ആയിട്ടുള്ളൂ. ഇവിടെ എലിജിബിൾ ആയിട്ടുള്ളൂ കാണുന്നുള്ളൂ. ബാക്കിയുള്ളവരൊന്നും ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആൾറെഡി വാലറ്റ് കണക്ട് ചെയ്യാത്തവരാണെങ്കിൽ വാലറ്റ് കണക്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ലീഡർ ബോർഡിൽ വരെ കാര്യങ്ങളെന്നുള്ള ഫ്രണ്ട്സ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏണെന്ന് പറയുന്ന ഈ സെക്ഷനിൽ നമ്മൾ നോക്കണം. ഇൻ ഗെയിം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വെരിഫൈ യുവർ പൗസ് വെബ് എന്ന് പറയുന്നത് ഇവിടെ കാണുന്നുണ്ട്. ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഫസ്റ്റ് പേജിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് എനിക്ക് സൊലാന വാലറ്റ് കണക്ട് ആയിട്ടില്ലായിരുന്നു ആ ഒരു ടൈമിൽ. പിന്നീട് ഞാനത് ട്രൈ ചെയ്തില്ല. എങ്കിലും ഇപ്പോൾ നമുക്ക് 2 വാലറ്റും കണക്ട് ചെയ്യേണ്ടി വരുമെന്ന് കരുതുന്നു. അപ്പോൾ എന്താണ് നോക്കുക, ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ നിങ്ങളുടെ ഏതൊക്കെയാണ് ബ്രൗസറുള്ള അതെല്ലാം ഓപ്പൺ ആയി വരും. ഞാൻ ഇത് ക്രോമിലാണ് ഇതിപ്പോൾ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ക്രോമിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ വാലറ്റുകൾ നമുക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതുപോലെ ഒരു ഓപ്ഷന് കാണാൻ കഴിയും. ഇത് വന്നതിന് ശേഷം ഓക്കെ, ഇവിടെ മലയാളത്തിലൊക്കെ ഇത് കാണുന്നുണ്ട്. ഓക്കെ, ഇതിൽ വന്നിട്ട് നമുക്ക് ഈ കാണുന്ന ഇവിടെ ഒരു റെഡ് കളർ ഇത് കാണുന്നുണ്ട്. ഇത് നമുക്ക് മാറണം. അപ്പോൾ അതിന് അവിടെ കാണുന്ന ഇവിടെ താഴോട്ട് ഈ ഡൗൺ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണക്ട് ടോൺ വാലറ്റ്, കണക്ട് സൊലാന വാലറ്റ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ ടോൺ വാലറ്റ് കണക്ട് ചെയ്യുകയാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടെലഗ്രാം വാലറ്റാണ് ഞാൻ കൊടുത്തത്. നിങ്ങൾ ഏതാണ് കൊടുത്തത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ വാലറ്റ് മാറിപ്പോകരുത്. നേരത്തെ കൊടുത്തതൊന്നും ഇപ്പോൾ കൊടുത്തത് വേറൊന്നുമായി മാറിപ്പോകാൻ പാടില്ല. ഒരേ വാലറ്റ് തന്നെ ആയിരിക്കും വീണ്ടും റീകണക്ട് ചെയ്യേണ്ടത്. അല്പം ഒരു ടൈം എടുക്കും. ഇതുപോലെ അല്പം ഒരു ടൈം എടുത്തതിന് ശേഷം ഇതുപോലെ കണക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. കണക്ട് ചെയ്യുക. ഓക്കെ, ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ ഫിംഗർ പ്രിൻ്റ് കൊടുക്കുക. അതല്ല കോഡാണ് നിങ്ങളുടെ എങ്കിൽ കോഡ് കൊടുത്തു കഴിയുമ്പോൾ കണക്റ്റഡ് എന്ന് പറയും. ബാക്ക് ടു പൗസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പൗസിലേക്ക് മടങ്ങി വരിക. മടങ്ങി വന്നതിന് ശേഷം വീണ്ടും ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് വെബ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. ഈ കാണുന്ന വിസിറ്റ് അവർ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജിലേക്ക് വീണ്ടും പോകും. ക്രോമിലേക്ക് പോകും. ക്രോമിലേക്ക് പോയതിന് ശേഷം വീണ്ടും സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇപ്പോൾ ആൾറെഡി നമ്മുടെ ടോൺ വാലറ്റ് ഇപ്പോൾ കണക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് സൊലാന വാലറ്റ് നമുക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, അവിടെ ഈ മേളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ടോൺ വാലറ്റിൻ്റെ കണക്റ്റ് ആയിട്ടില്ല. ഞാൻ ഒന്നുകൂടെ ചെയ്യും. അപ്പോൾ കണക്റ്റ് സൊലാന വാലറ്റ് കൊടുക്കുകയാണ്. പാൻഡം വാലറ്റ് കണക്റ്റ് പാൻഡം വാലറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ റീഡയറക്റ്റ് ചെയ്യും. പാൻഡം വാലറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അവിടെ ഒന്ന് അല്പം ഒന്ന് വെയിറ്റ് ചെയ്യണം. എല്ലാ സ്പീഡിന് നടക്കത്തില്ല. അല്പം ഒന്ന് സ്ലോ ആയിട്ട് നമ്മുടെ വാലറ്റ് കണക്റ്റ് ആകും എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ പാൻഡം വാലറ്റിൽ വന്നിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഈ കണക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാലറ്റ് കണക്റ്റ് ആകും. അപ്പോൾ ഒരു പ്രാവശ്യം ശരിയായില്ലെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, റീട്രൈ ചെയ്യുക. ഓക്കെ, ഇവിടെ സ്റ്റെപ്പ് ടു കണക്റ്റ് സൈൻ ഇൻ മെസ്സേജ് അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പാൻഡം വാലറ്റിലേക്ക് വീണ്ടും ഒന്നുകൂടെ റീഡയറക്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം എന്താണ് ഓപ്ഷൻ വരുന്നത് നോക്കാം. ഒന്നുകൂടെ ഇവിടെ കണക്റ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. എനിക്കൊന്നും നേരത്തെ കണക്റ്റ് ആയിട്ടില്ല. അപ്പോൾ വീണ്ടും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വരുന്നുണ്ട്. അപ്പോൾ എന്തോ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങൾ കണക്ട് ചെയ്യുക. ഇത് രണ്ടും നമ്മുടെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഞാൻ കണക്ട് ചെയ്തു. എൻ്റെ വാലറ്റ് കണക്റ്റ് ആയെന്ന് നോക്കി ആകെ മനസ്സിലാകാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ
എൻ്റെ ടോൺ വാലറ്റ് മാത്രമേ ഇവിടെ കണക്റ്റ് ആയിട്ടുള്ളൂ. പക്ഷേ വെബ് ബ്രൗസറിൽ എൻ്റെ 2 വാലറ്റും കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാനിത് 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും എൻ്റെ ഈ ടോൺ വാലറ്റ് ഇതിൽ കണക്റ്റ് ആകുന്നില്ല. എനിക്ക് ആദ്യം വന്നിട്ട് ആപ്ലിക്കേഷൻ മുമ്പ് സൊളാന വാലറ്റ് കണക്റ്റ് ആകുന്നില്ലായിരുന്നു. അപ്പോൾ ഈ പ്രോബ്ലംസ് ഇങ്ങനെ എനിക്ക് കാണുന്നുണ്ട്. എന്താണെന്നുള്ള ഞാൻ സൊല്യൂഷൻ നോക്കിയത് ചെയ്യും. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് രണ്ടും കണക്റ്റ് ചെയ്യുക. ഇത് രണ്ടും കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന റെഡ് ചിഹ്നം കാണാൻ പാടില്ല എന്നാണ് അവരുടെ അനൗൺസ്മെൻറ്റിൽ ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എനിക്കത് കാണുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ ഫർദർ നോക്കാം. നെക്സ്റ്റ് നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലൂം നെറ്റ്വർക്കിൽ വന്നിട്ട് അതിൻ്റെ ഫേസ് 1 അവസാനിച്ചു. ഫേസ് 2 ഇപ്പോൾ സ്റ്റാർട്ടായിരിക്കുകയാണ്. അപ്പോൾ 1-2 ദിവസമായി. അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്കിപ്പോൾ നമ്മുടെ മൈനിങ് സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ കാണുന്നത് മീം പോയിൻ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും. പക്ഷേ മീം പോയിൻ്റ് ക്ലെയിം ചെയ്യുക സാധാരണക്കാർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നതല്ല. അതിൽ വന്നിട്ട് നമ്മൾ ടോക്കൺ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് നമ്മുടെ പോയിൻ്റ് നേരത്തെ നമുക്ക് ഉള്ളതുകൊണ്ട് ഈ ഫാം ചെയ്യുക. പോയിൻ്റ് ഫാം ചെയ്യുക. എല്ലാ 8 മണിക്കൂറിലും പോയിൻ്റ് ഫാം ചെയ്യുക. അത് കഴിഞ്ഞ് മീം പോയിൻ്റ് ചെയ്യണമെങ്കിൽ ടോക്കണൊക്കെ ക്രിയേറ്റ് ചെയ്യണം. അതിനൊക്കെ കാശൊക്കെ ചിലവുള്ള കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമൊക്കെ ഉണ്ടെങ്കിൽ പ്ലേ ചെയ്യുക. വേറെ കുറേ അപ്ഡേറ്റുകൾ ഇങ്ങനെ മീം പേഡൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ട്രേഡിങ് ചെയ്യുന്നത് ഒക്കെ എത്രത്തോളം പോസിബിളാണെന്ന് അറിയില്ല. അത്രത്തോളം നമുക്ക് ടോക്കൺ എന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, ഏണിങ്സിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാനിതിൽ നോക്കുന്നത്. അപ്പോൾ ബാക്കി പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ഇതിൽ സെക്കൻഡ് ഓപ്ഷനിൽ ഏണിൽ വരുന്ന ഈ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നുള്ള ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ടൈം കിട്ടുന്നതനുസരിച്ച് ഞാൻ കുറേ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് കണ്ടത്. അപ്പോൾ ഈ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ടെലഗ്രാം മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.